നമ്മൾ പഠിക്കുന്നത് നേരത്തെ നമ്മൾ മൊഡ്യൂളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പാക്കേജ് ലൈബ്രറി ഫ്രെയിംവർക്ക്. നമുക്കറിയാം, ഒരു പാക്കേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരുപാട് പാക്കേജുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു പാക്കേജിലൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കണേ വെച്ചാൽ അതിൻ്റെ അകത്ത് നമുക്ക് വരുന്നതായിട്ടുള്ള മൊഡ്യൂളുകൾ, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതാണ്. അതേപോലെ തന്നെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ, ഒരു ലൈബ്രറി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് പാക്കേജസ് ആണ്. അപ്പോൾ ആ പാക്കേജിനകത്ത് എന്താ വരുന്നത്? ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് മൊഡ്യൂൾസ് ആണ് വരുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം പാക്കേജുകളാണ് വേണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം മൊഡ്യൂളുകളാണ് വേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രാം എത്രത്തോളം ഭംഗിയാക്കണമോ അത്രത്തോളം നിങ്ങൾക്കതിനെ ഭംഗിയാക്കാം. അതേപോലെ പിന്നെ ഫ്രെയിം വർക്കാണ് പറയുന്നത്. ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേയധികം ലൈബ്രറീസ് കൂടി ചേർന്നതാണ് ഒരു ഫ്രെയിം വർക്ക്. പക്ഷേ നമ്മൾ ഫ്രെയിം വർക്ക് ഇപ്പോൾ പഠിക്കുന്നില്ല, കാരണം നമുക്ക് സിലബസിൽ നിന്നും അത് കട്ട് ചെയ്തതുകൊണ്ട് ഇപ്പോൾ പഠിക്കുന്നില്ല. എന്നാലും അറിഞ്ഞിരിക്കുക, ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ലൈബ്രറീസ് കൂടിച്ചേരുന്നു. ഇനി എന്തിനാണ് നമ്മൾ ഈ ലൈബ്രറീസ് ഒക്കെ ഇത്ര അധികം ഉണ്ടെന്ന് പഠിക്കുന്നത്? കാരണം പ്രോഗ്രാമിൻ്റെ ഫ്ലെക്സിബിലിറ്റി, ആ പ്രോഗ്രാമിൻ്റെ ഒരു പ്രാധാന്യം, പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും അതുണ്ടാക്കുന്ന ആളെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരാളുടെ ലോജിക്കിനനുസരിച്ച് അയാൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ എത്രത്തോളം അതിനെ ഭംഗിയാക്കാമോ അത്രത്തോളം മൊഡ്യൂൾസ് ആയിട്ടും അതുപോലെ ലൈബ്രറീസ് ആയിട്ടും പാക്കേജസ് ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ പഠിക്കുന്നത്. അപ്പോൾ അത്രത്തോളം നമുക്ക് നമ്മുടെ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അതിനെ ഉപയോഗിക്കാം. സോ ദാറ്റ് അവർ പ്രോഗ്രാം വിൽ ബി എ വെരി പെർഫെക്റ്റ് വൺ ആൻഡ് വി കൻ മോഡിഫൈ ഇറ്റ് ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് റിക്വയർഡ്.